ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചത്തക്കാളികൾ കൊണ്ട് ഒരു പിക്കിളാണ്. പച്ചത്തക്കാളികൾ അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. ഇതും കൊണ്ട് തോരനും പിക്കിളും എന്ന് വേണ്ട കുറേ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. ഒരു വെറൈറ്റി ആയ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ടേസ്റ്റി പിക്കിളാണ് ഇത്തരത്തിലുണ്ടാക്കുന്നത്. ഞാനിവിടെ വിളവെടുപ്പുകൾ കഴിയാറാകുമ്പോഴാണ് ഇതുപോലെ തക്കാളികൾ പറിച്ചു കളയുന്ന ചെടികളിൽ നിന്ന് ശേഖരിച്ച് ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറി ടൊമാറ്റോസ് ആണ്. അതാണ് തീരെ വലിപ്പം കുറവായിട്ട് കാണുന്നത്. ഇത് നമുക്ക് ഞെട്ടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ആവശ്യമെങ്കിൽ ഒന്ന് തുടച്ചെടുക്കുകയും ആവാം. പിന്നീട് മാംഗോ പിക്കിളിനൊക്കെ തയ്യാറാക്കുന്നത് പോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ഞാൻ വേവിച്ചെടുക്കുന്നില്ല. അതിന് പകരമായിട്ട് ഉപ്പ് ചേർത്ത് ഒരു ദിവസം ഗ്ലാസ് ജാറിനുള്ളിൽ വയ്ക്കുകയാണ്. ഇതുപോലെ പുളിയുള്ള ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കാൻ നമുക്ക് നല്ലത് ഗ്ലാസ് ജാറുകൾ തന്നെയാണ്. ഇതിൻ്റെ എല്ലാ വശത്തും ഉപ്പ് പിടിക്കുന്നതിനായിട്ട് നമുക്കൊന്ന് കുടഞ്ഞെടുക്കാം. പിന്നീട് ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല. നമ്മൾ ഇട്ടിരിക്കുന്ന ഉപ്പ് അത് മെല്ലെ തക്കാളിയുമായിട്ട് അലിഞ്ഞു ചേർന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ നീരെല്ലാം ഇറങ്ങും. പിന്നീട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ജാർ ഒന്നും കൂടി ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ പൂപ്പലൊന്നും പിടിക്കാതിരിക്കാനാണ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കായം, അതുപോലെ എള്ളെണ്ണ. ഇത്രയുമാണ്. അളവ് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. പകരമായിട്ട് ഞാൻ ചേർത്തത് പറയാം. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. ഇപ്പോൾ നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ച്, എരിവ് കുറവ് വേണ്ടവർക്ക് കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പിക്കിൾ കേടാകാതിരിക്കാനൊക്കെ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ജാറിൽ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ചെറിയ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നീട് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. തക്കാളി വേവിച്ചെടുക്കേണ്ടതില്ല. അങ്ങനെ ചെയ്താൽ ഇത് അലുത്തു പോകാൻ സാധ്യതയുണ്ട്. സാധാരണ കടുകുമാങ്ങയ്ക്കൊക്കെ ചെയ്യുന്ന അതേ രീതിയിലാണ് ഞാൻ ഇതും ചെയ്യുന്നത്. പിന്നീട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മുളക് പൊടി 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവ 1/4 ടീസ്പൂൺ. കായപ്പൊടിയും ഏകദേശം ഒരു 1/3 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടൊന്ന് നമുക്ക് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഒരുപാട് മൂപ്പിച്ചെടുക്കുന്നില്ല. ചെറിയ തോതിലൊന്ന് ചൂടാക്കിയെടുക്കുന്നത് മാത്രം. ഇനി ഇതിലേക്ക് ചാറ് കുറച്ച് കുറവായതിനാൽ ഞാൻ വെള്ളം ഒന്ന് തിളപ്പിച്ചാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. അധികമായില്ല, കുറച്ച് മാത്രം. ഇനി ഈ പിക്കിളൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ടൊമാറ്റോസ് ഉപ്പിലിട്ട് വെച്ചിരുന്ന അതേ ജാറിലേക്ക്, ഇത് ജാറ് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഉപ്പിൻ്റെ അംശമെല്ലാം ഉണ്ട്, അതിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ പിക്കിൾ, പച്ചത്തക്കാളി പിക്കിൾ റെഡിയായി കഴിഞ്ഞു. ഈ പിക്കിൾ നമ്മൾ ഉടനെ തന്നെ ഉപയോഗിക്കാൻ അത്ര നല്ലതല്ല. 1 മാസമൊക്കെ വെച്ചിരുന്നാൽ നന്നായിട്ടൊന്ന് എല്ലാ കൂട്ടെല്ലാം ഒന്ന് പിടിച്ച് അത് ചെറുതായിട്ട് അലുത്ത് വരുന്ന സ്റ്റേജിലാണ് നമുക്ക് എടുക്കാൻ നല്ലത്. പൂപ്പലൊട്ടും പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ കൂടി മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, കുറച്ച് മാത്രം. ചോറിനും ഫ്രൈഡ് റൈസ്, ബിരിയാണി ഇവയ്ക്കൊപ്പം എല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു പിക്കിൾ തന്നെയാണ് ഇത്തരത്തിൽ തയ്യാറാക്കുന്നത്. എല്ലാവരും തക്കാളിയൊക്കെയുള്ള സമയങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കുന്നവരൊക്കെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.